ഏത് കാര്യമാണെങ്കിലും കുറച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കൂട്ടാനൊരു ശ്രമം നടത്തുമല്ലോ. അങ്ങനെയാട്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം ഗ്രൗണ്ട് ഓർക്കിഡിന് ഞാൻ റീപോർട്ടിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും പിന്നെ ഇനി പുതിയ കളർ കിട്ടണമെന്നൊരു ആഗ്രഹം. അങ്ങനെ നഴ്സറി പോയപ്പോൾ എനിക്ക് 2 കളറും കൂടി കിട്ടി. ഒന്നിൻ്റെ പൂവില്ല, അതുകൊണ്ടാട്ടോ അത് കാണിക്കാത്ത. എന്തായാലും നിലവിൽ 5 കളർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ അതും കൂടി ആയപ്പോഴത്തേനും 2 കൂടി 7 കളറുമായി കേട്ടോ. എന്തായാലും കിളിക്കുട്ടന്മാരൊക്കെ രാവിലെ നമ്മുടെ പൂവിൻ്റെ അകത്തുള്ള ചെടിക്കകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ചെടീനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ തന്നെയല്ല, കിളികളും ഉണ്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞാനാണോ ജയിക്കുന്നത് നീയാണോ ജയിക്കുന്നത് എന്നുള്ള രീതിയിലാട്ടോ വെയിലും മഴയും കൂടി മത്സരം നടത്തുന്നത്. അരമണിക്കൂർ വെയിൽ തെളിഞ്ഞ് അരമണിക്കൂർ മഴ. എന്തായാലും നമ്മുടെ ചെടിക്കകത്ത് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും വേണ്ടില്ല, രാവിലെ തന്നെ ചെടിക്കകത്തൊക്കെ ഒന്ന് ഇറങ്ങി അവരെയൊക്കെ ഒന്ന് കണ്ട് കിളിക്കൂട്ടന്മാരുടെ അടുത്തും അതുപോലെ മീൻകൂട്ടന്മാരുടെ ഒക്കെ അടുത്ത് ചെന്ന് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്തെ അവർക്കറിയാൻ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇച്ചാപ്പയോട് വർത്താനം പറയാൻ ചെല്ലുമ്പോഴത്തേനും അവർ തലയും പൊങ്ങി വന്നിട്ടുണ്ടാവും തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 നേരം കൃത്യമായിട്ടും അവർക്ക് തീറ്റ കിട്ടിക്കണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ റൗണ്ട് വളയത്തിലിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണാൻ പറ്റും. അത് തന്നെ ഒരു കാണുമ്പോൾ ഒരു രസമുള്ള കാര്യമാണല്ലോ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ച ആ കുഞ്ഞു മൊട്ടുള്ള ചെടി ഏതാണെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മൊട്ടോട് കൂടി എടുത്തപ്പോഴാണ് അതുപോലെ അത് വിടർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ പിടികിട്ടിയിട്ടുണ്ടോ. അത് ഗാർലിക് പെയിൻറ്റ് ചെടി കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പൂവിട്ടതാട്ടോ. അധികം നാളൊന്നും ആയില്ല കൊണ്ട് വെച്ചിട്ട്. എന്തോ നമ്മുടെ മണ്ണുമായിട്ട് മാച്ചിങ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ പൂവിട്ടു. അതുമാത്രമല്ല അവൻ്റെ കൂടിൻ്റെ മുകളിലായതുകൊണ്ട് അവൻ്റെ കൂടിനും ഒരു ഭംഗിയായി, അവനും കാണാനും കണ്ട് ആസ്വദിച്ചോട്ടെ. അവളെപ്പോൾ എൻ്റെ മടി വന്നിരുന്നാലും ആ സെക്കൻഡിൽ അവനും എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ.